എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി വെക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതായത് ഓണത്തിന്റെ സമയത്ത് നമുക്കറിയാം ബിഗ് ബോസിനകത്തൊക്കെ ഉള്ള ആളുകൾക്കും അതുപോലെ തന്നെ മറ്റ് സെലിബ്രിറ്റീസിനെയൊക്കെ ഇന്റർവ്യൂ ചെയ്യാറുണ്ട് സാധാരണ ആളുകൾ. അപ്പോൾ നമ്മുടെ രേണു സുധി ബിഗ് ബോസിനുള്ളിൽ പോയതിന് ശേഷം ഓണം വന്നപ്പോഴും അല്ലാതെയുള്ള പല സാഹചര്യങ്ങളിലും ഒരു ലോക്കൽ മീഡിയസ് ഒക്കെ വന്നിട്ട് അവരെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിന്റെ ആ ഒരു സെലിബ്രേഷന്റെ സമയത്ത് നമ്മുടെ രേണു സുധിയുടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ ഇന്റർവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊക്കെ കണ്ടതാണ്. അപ്പോൾ നമ്മുടെ രേണു സുധി ബിഗ് ബോസിനുള്ളിൽ നിന്നപ്പോൾ ഈ ഓണത്തിൻ്റെയൊക്കെ ആ ഒരു സമയത്ത് നമ്മുടെ രേണു സുധിയുടെ ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ച ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓണത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി പറയുകയാണ്, ആ രേണു സുധി ബിഗ് ബോസിനുള്ളിൽ പോയതാണ് പ്രത്യേകത എന്ന് പറയുന്നു. ആ രേണുവിന്റെ അവിടുത്തെ കളിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ 100 ദിവസം രേണു സുധി നിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചിയുടെ മുഖത്ത് അറിയാം നിൽക്കില്ല എന്നറിയാം. പക്ഷെ എന്നാൽ പോലും ചേച്ചി അത് ആ ഒരു ജാള്യതയൊക്കെ മറച്ചു വെച്ചിട്ട് കുഴപ്പമില്ല നിൽക്കും എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഇന്റർവ്യൂ ചെയ്യുന്ന പുള്ളിക്കാരത്തി ചോദിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ വൈൽഡ് കാർഡ് കയറിയതിന് ശേഷമുള്ള സംഭവമാണ് ചോദിക്കുന്നത്. വൈൽഡ് കാർഡ് കയറിയതിന് ശേഷം രേണു സുധിക്ക് സ്ക്രീൻ സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മസ്താനിയുടെ ഇർത്തേറ്റിന്റെ പറ്റിയിട്ടൊക്കെ അപ്പോൾ ചേച്ചി പറയുന്നുണ്ട് കിട്ടുന്നുണ്ട്, സ്ക്രീൻ സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ആ ചേച്ചി പറയുന്ന ആ ഒരു ഇന്റർവ്യൂവിന്റെ ശകലം അതൊന്ന് കാണാം. പോലെ ഈ ഓണം സ്പെഷ്യൽ ചേച്ചി എങ്ങനെയുണ്ട് ഓണാഘോഷമൊക്കെ? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഈ ഓണം സ്പെഷ്യൽ ആക്കുന്നത് എന്തായിരിക്കും? ബിഗ് ബോസിൽ പോയത് തന്നെയായിരിക്കും. ഇപ്പൊ കുറച്ചും കൂടി ആക്റ്റീവ് ആയതുപോലെ തോന്നില്ലേ? അതെ അതെ തോന്നുന്നുണ്ട്. വൈൽഡ് കാർഡ് വന്നപ്പോഴാണ് അങ്ങനെ ആയത്. ചേച്ചി കണ്ടപ്പോ എന്താ തോന്നിയതൊക്കെ? സന്തോഷം തോന്നി, കുറച്ച് ആക്റ്റീവ് ആയല്ലോ. ഇങ്ങനെ ഇത്തരത്തിൽ ഇങ്ങനെ ആക്റ്റീവായിട്ട് നിന്നാല് 100 ദിവസം പോകും തോന്നുന്നുണ്ടോ? ഇങ്ങനെ നിന്നാ പോകും തോന്നുന്നു. അപ്പൊ ഇത്രയും ദിവസം ഇങ്ങനെ മിണ്ടാണ്ടൊക്കെ ഇരുന്നപ്പോ ചേച്ചി എന്താ വിചാരിച്ചേ? ഒരു സൈഡിൽ മാത്രമായിരുന്നില്ലേ ഒരു ക്യാമറ സ്പേസ് കിട്ടാതെ? അപ്പൊ ചേച്ചി അപ്പോൾ നമ്മുടെ രമ്യ ചേച്ചിക്ക് പറയാനുള്ളത്, രമ്യ ചേച്ചി പറഞ്ഞു കഴിഞ്ഞു. ശരിയാണ്, രമ്യ ചേച്ചിയുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം രേണു സുധി അവിടെ കപ്പും അടിക്കൂല, ഒരു കുന്തോ അടിക്കൂല, ഏത് നിമിഷം വേണമെങ്കിലും പുറത്തേക്ക് ഓടി വരാം എന്നൊക്കെയുള്ള ആ ഒരു ഭാവം ചേച്ചിയുടെ മുഖത്ത് തന്നെ ഉണ്ട്. പക്ഷെ ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ ഒന്നീ മനസ്സിലാക്കണം അവരുടെ ആ അവസ്ഥ. അവർക്ക് അതിന്റെ മറുപടി പറയാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നൊരു ധാരണയെങ്കിലും ഉണ്ടാവണം. കാരണം ഇവരും മനുഷ്യരാണ്, ഇവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവര് ആ ഒരു രേണു സുധിയുടെ മുഖം ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ലൈവൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരത്തി അവിടെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാനില്ല. പിന്നെന്ന് വെച്ചാല് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ രേണു സുധിക്ക് സ്ക്രീൻ സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ടെന്നാണ് നമ്മുടെ രമ്യ ചേച്ചി പറയുന്നത്. അപ്പോൾ രേണു സുധിക്ക് കിട്ടുന്ന സ്ക്രീൻ സ്പേസ് എന്താണെന്ന് നമുക്ക് കൂടി ഒന്ന് കണ്ടിട്ട് വരാം. എന്തായാലും ഇതിനു മുമ്പും നമ്മുടെ രേണുസുധിയുടെ വീട്ടുകാർ പറയുന്നുണ്ട് രേണു സുധി കപ്പടിച്ചിട്ട് വരുമെന്ന്. രേണു സുധിയുടെ ചേട്ടൻ പറയുന്നുണ്ട്, അതുപോലെ ആ വീട്ടിലുള്ള ഓരോരുത്തരും പറയുന്നുണ്ട് രേണു സുധി കപ്പും കൊണ്ട് വരും. പിന്നീട് മറ്റൊരു ഇന്റർവ്യൂവില് ഈ ഓണത്തിന്റെ സമയത്ത് തന്നെ രേണു സുധിയുടെ ചേട്ടൻ പറയുന്നുണ്ട് രേണു സുധി അവിടെ ഒന്നാമത്, അതായത് അവസാന റൗണ്ടിൽ 5 പേര് വരുമല്ലോ, അത് ആരൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് രേണു സുധിയുടെ ചേട്ടൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ പറയാം, ഇനി അതിൻ്റെയും കൂടി വീഡിയോ ക്ലിപ്പ് വയ്ക്കുന്നില്ല. പുള്ളിക്കാരൻ പറയുന്നത് ഒന്നാമതായി ഫസ്റ്റ് രേണു സുധി വരും, പിന്നീട് അനീഷ് വരും, പിന്നെ ജിസേൽ വരും, അങ്ങനെ ഒരു 3-4 പേരെ, ഷാനവാസ് വരും, അങ്ങനെ കുറച്ച് പേരെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ. എന്തായാലും നമ്മുടെ രമ്യ ചേച്ചി പറയുന്നത് ഇപ്പോൾ നമ്മുടെ രേണു സുധിക്ക് ഇഷ്ടം പോലെ സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട് നമ്മുടെ വൈൽഡ് കാർഡൊക്കെ വന്നതിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് രേണു സുധിയുടെ സ്ക്രീൻ സ്പേസ് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ.
ഇതാണ് നമ്മുടെ രേണുസുതിയുടെ സ്ക്രീൻ സ്പേസ് എന്ന് പറയുന്നത്. ഇതേ അവസ്ഥയിലുള്ള സ്ക്രീൻ സ്പേസ് കിട്ടിയ രേണുസുതിയെ നമ്മൾ പലപ്പോഴായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ലൈവ് കാണുന്ന സമയത്താണെങ്കിലും നമ്മുടെ രേണുസുതിക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിലും ഇഷ്ടംപോലെ സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രേണുസുതി ടാസ്കിൻ്റെ ഇടയിലും നമ്മുടെ രേണുസുതിക്ക് ഇഷ്ടംപോലെ സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രേണുസുതി ഫുഡ് കഴിക്കുന്ന സമയത്തും നമ്മുടെ രേണുസുതിക്ക് ഇഷ്ടംപോലെ സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ രേണുസുതിയുടെ കിട്ടുന്ന ആ ഒരു സ്ക്രീൻ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും രേണുസുതിയുടെ സ്ക്രീൻ സ്പേസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. ശരിക്കും ഈ രേണു ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. കാരണം അവർ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഭയങ്കര ഫയറായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി തന്നെ എപ്പോഴും പറയും ഫ്ലവർ അല്ല ഫയർ ആണെന്നൊക്കെയുള്ള ഡയലോഗ് അടിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മളും കുറേയൊക്കെ പ്രതീക്ഷിച്ചു. അപ്പോൾ നമുക്ക് പിന്നീട് മനസ്സിലായി എന്തായാലും പുള്ളിക്കാരത്തിയുടെ സ്ക്രീൻ സ്പേസ് ഇതാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും മനസ്സിലായി കിട്ടി. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളെ കുറിച്ചിട്ടൊക്കെ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ കമൻ്റ് ഇടാൻ വരുന്ന ആളുകൾക്ക് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ അനാവശ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഏതോ എവിടെയോ ഉള്ള ഒരു രേണുസുതിക്ക് വേണ്ടിയിട്ട് കമൻ്റ് ഇട്ട് വെറുതെ തെറി വിളിക്കാനായിട്ട് വന്നാൽ എവിടെയോ കിടക്കുന്ന ഏതോ നിങ്ങളെ കമൻറ്റിലൂടെ നല്ല ഒന്നൊന്നര മറുപടി ഞാനങ്ങ് തന്നേക്കും. ചിലപ്പോൾ അതിൽ അച്ഛനെ പെടും, അമ്മയെ പെടും, നിരപരാധികളായ മറ്റു പലരെയും പറ്റിയിട്ടായിരിക്കും ഞാനും തിരിച്ച് റീപ്ലൈ തരുന്നത്. അപ്പോൾ ആ ഒരു ബോധവും കൂടി മനസ്സിൽ വെച്ചിട്ട് കമൻറ്റ് ബോക്സിലേക്ക് വേയാൻ വരിക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും